Hi friends, അപ്പോൾ നമുക്ക് RRB ജൂനിയർ എഞ്ചിനീയറിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞവർക്ക് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ജോലി കോർ സെക്ടറിൽ ഓഫർ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. അപ്പോൾ നമ്മുടെ RRB JEയുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു റാങ്ക് നമുക്ക് RRB JE എക്സാമിന് നേടിയെടുക്കാനും പറ്റും. നമുക്കൊക്കെ എന്ത് ചെയ്യാം, ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള റെയിൽവേയിൽ ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജോലിയിൽ കയറുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കൊക്കെ അറിയാം RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് 2 CBT, 2 കമ്പ്യൂട്ടർ ബേസ്ഡ് സെഷനുകളാണ്, 2 സ്റ്റേജുകളാണ്. അതിൽ ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് കംപ്ലീറ്റ്ലി വരുന്നത് എന്താണ്, നോൺ ടെക്നിക്കൽ ടോപ്പിക്സുകളാണ്. നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, GK, കറന്റ് അഫയേഴ്സ് ഒക്കെ വരുന്ന ബേസിക് സയൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് CBT നോൺ ടെക്നിക്കൽ ടോപ്പിക്സുകൾ നിങ്ങൾക്ക് ജെറിൻ സാറിന്റെ നേതൃത്വത്തിൽ നല്ല അടിപൊളി ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ആ ഫസ്റ്റ് CBTയിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ കോഴ്സുകളിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു CBT 1 ക്വാളിഫൈ ചെയ്യുന്നവർക്കാണ് എന്ത് ചെയ്യുന്നത്, CBT 2 എഴുതാൻ പറ്റുന്നത്. CBT 2 വരുന്നത് എന്താണ്, നമ്മുടെ ടെക്നിക്കൽ ടോപ്പിക്കുകളാണ്. നമ്മുടെ മെക്കാനിക്കൽ, അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, അതുപോലെ ഇലക്ട്രിക്കൽ, ഇങ്ങനെ 4 ബ്രാഞ്ചുകളിലുള്ളവർക്ക് 4 വേറെ എക്സാംസുകളാണ്. സിവിൽ എഞ്ചിനീയേഴ്സിന് അവരുടെ കോർ സബ്ജക്റ്റുകൾ, മെക്കാനിക്കലിന് അതുപോലെ മെക്കാനിക്കലിന്റെ സബ്ജക്റ്റുകൾ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർക്ക് അവരുടെ സബ്ജക്റ്റുകൾ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അവരുടെ സബ്ജക്റ്റുകൾ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് CBTയിൽ നമുക്ക് കൂടുതൽ മാർക്കും വരുന്നത് ഏതാണ്, നമ്മുടെ ടെക്നിക്കൽ ടോപ്പിക്സുകളിൽ നിന്നാണ്. സോ ആ ടെക്നിക്കൽ ടോപ്പിക്സുകളുടെ ക്ലാസ്സുകൾ സൈലം ടെക്നിക്കൽ എക്സാംസ്, നിങ്ങൾക്ക് ഏറ്റവും കേരളത്തിലെ ഏറ്റവും ടോപ്പ് ലെവൽ ടെക്നിക്കൽ ഫാക്കൾട്ടീസ് കൈകാര്യം ചെയ്യുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു RRB JEയുടെ ബാച്ചിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തന്നെ 2 സ്റ്റേജിലുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നേരത്തെ നമ്മുടെ പ്രിപ്പറേഷൻ ആരംഭിക്കേണ്ടതുണ്ട്. നമ്മൾ ഫസ്റ്റ് CBTക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ടെക്നിക്കൽ ആയിട്ടുള്ള സെക്കൻഡ് CBTക്ക് നമ്മൾ പഠിച്ചു തുടങ്ങണം. കാരണം നമ്മൾ ഈ ഒരു എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഡിസംബർ ജാനുവരി മാസത്തിൽ നമ്മൾ ഫസ്റ്റ് CBTയും അത് കഴിഞ്ഞൊരു 2-3 മാസം കഴിഞ്ഞിട്ട് സെക്കൻഡ് CBTയുമാണ് നമ്മൾ ഒരു RRB JE എക്സാംസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിപ്ലോമ ബിടെക് കഴിഞ്ഞവർ അവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ കംപ്ലീറ്റ് ടോപ്പിക്സുകൾ സിലബസിൽ കവർ ചെയ്യാം, ഒരുപാട് റിവൈസ് ചെയ്യാം, ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാം, എക്സാംസുകൾ അറ്റൻഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, വരാൻ പോകുന്ന RRB JE എക്സാമിന് അറ്റൻഡ് ചെയ്യാനും നല്ലൊരു റാങ്ക് നേടിയെടുക്കാനും നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ ഇതാ ഈ RRB JEയുടെ CBT 1, CBT 2 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് സെപ്റ്റംബർ 1 മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പൊ ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാം വരെ നിങ്ങൾക്ക് എന്താണ്, ഈ ബാച്ചസ് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് റെക്കോർഡർ പ്ലസ് ലൈവ് ക്ലാസ്സുകൾ, ഓക്കെ, പ്രീ റെക്കോർഡർ ആയിട്ടുള്ള ടോപ്പിക് ക്ലാസ്സുകളും അതിന്റെ കൂടെ ലൈവ് ഡിസ്കഷൻസുകളും, അതുപോലെ CBT 1 അതുപോലെ ലൈവ് റെക്കോർഡർ പ്ലസ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് നേരത്തെ ഷെഡ്യൂളുകൾ പ്രൊവൈഡ് ചെയ്യും. ഡെയിലി 4 to 5 ക്ലാസ്സുകളും വീക്ക്ലി 5 to 6 ഡേയ്സ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വരിക. ഓക്കെ, അപ്പൊ നമ്മുടെ സൈലം ടെക്നിക്കൽ എക്സാംസിന്റേതായാലും അല്ലെങ്കിൽ സൈലത്തിന്റെ ഏതൊരു കോഴ്സ് പോലെയും നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് എന്താണ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടീസ് അവരാണ് ആ ടോപ്പ് നോച്ച് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. റെക്കോർഡർ പ്ലസ് ലൈവ് ക്ലാസ്സുകളായിരിക്കും. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ പ്രീവിയസ്ലി ചോദിച്ചതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതും അതുപോലെ പ്രാക്ടീസ് ആ ഒരു ലെവലിൽ വരുന്ന എക്സാംസുകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിന്റെ കൂടെയും അതുപോലെ ലൈവ് ആയിട്ടും ഡിസ്കഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട്, നിങ്ങളുടെ കൺസേണുകളും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുള്ള മെന്റർ സപ്പോർട്ടുകളും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസുകളൊക്കെ ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ മറക്കണ്ട, സെപ്റ്റംബർ 1 മുതലാണ് ഈ ഒരു കോഴ്സ്. അപ്പോ CBT 1 CBT 2 കൂടെ ഈ ഒരു ഫീസിൽ 12,999 എന്ന് പറയുന്ന ഈ ഒരു ഫീസിൽ നമുക്ക് എന്താണ്, CBT 1 CBT 2 അവൈലബിൾ ആകുക എന്ന് പറയുന്നത് എന്താണ്, വളരെ കുറഞ്ഞ ഫീസിൽ ഈ ഒരു ടോപ്പ് ക്വാളിറ്റി കോഴ്സുകളാണ് നിങ്ങൾക്ക് RRB JE എയിം ചെയ്യുന്നവർക്ക് സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കൂടുതൽ ഈ ഒരു ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9995100800 എന്ന് പറഞ്ഞ നമ്പറിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കണ്ട, നമ്മൾ എത്ര നേരത്തെ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും നേരത്തെ നമുക്ക് എന്ത് ചെയ്യാം, അത്രയും നേരത്തെ നമുക്ക് കാര്യങ്ങൾ പഠിച്ചു തീർത്ത് റിവൈസ് ചെയ്ത് വരുന്ന എക്സാമിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു റാങ്ക് അല്ലെ, നമുക്കൊരു ടോപ്പ് ലെവൽ റാങ്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ, നമുക്ക് റെയിൽവേയിൽ ജോലി എന്ന ഒരു എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയുടെ സ്വപ്നം നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. അപ്പൊ മറക്കണ്ട, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, നമ്മുടെ പ്രിപ്പറേഷൻ സൈലത്തിന്റെ കൂടെ നിങ്ങൾ ആരംഭിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.